ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇടിയൻ ചക്ക വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം. സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൽ ഞാനൊരു ടിപ്പും പറയുന്നുണ്ട്. നിങ്ങൾ അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇടിയൻ ചക്ക കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചും ഞാനിതിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇടിയൻ ചക്ക നമ്മുടെ മുള്ള് പരക്കണ മുന്നായിട്ട് ഉള്ള പരുവമാണ് ഇടിയൻ ചക്ക. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയുള്ള പരുവത്തിലുള്ളത് വേണം എടുക്കാനായിട്ട്. നമുക്ക് ചക്ക മുളഞ്ഞിൻ ആവുമ്പോൾ പ്രശ്നമാണല്ലേ. അത് ഇത്തിരി വെളിച്ചെണ്ണ നമ്മൾ പരട്ടിയാൽ മതി. നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ നന്നായി പരട്ടുക. എന്നിട്ട് കടലാസ് കൊണ്ട് ഞാനിങ്ങനെ ഓരോ വട്ടം കത്തി കൊണ്ട് മുറിച്ചിട്ടിട്ട് അതിൻ്റെ വട്ടം പശകൾ ഇങ്ങനെ എടുത്ത് കളയും. പിന്നെ അത് വലിയ പ്രശ്നമില്ല. എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല ഈ ചക്ക പശ വരുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വെച്ച് കഴിച്ചു പോകും. അത്രയും നല്ല ഗുണങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ചക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് വട്ടത്തിൽ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്ത് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇതിൽ കാണിച്ചതുപോലെ അരക്കപ്പ് നാളികേരവും ചുവന്നുള്ളി 5-6 ചുവന്നുള്ളിയും ജീരകവും കൂടിയിട്ട് വേപ്പിലയും കൂടിയിട്ട് അരച്ചെടുക്കാം. പച്ചമുളക് ഒരു ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഞാനിവിടെ പച്ചമുളക് ആവശ്യത്തിന് എരിവിന് നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. 4 പച്ചമുളകൊക്കെ എടുക്കാം. വേപ്പിലയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, അരച്ചെടുക്കരുത്. അപ്പോൾ ഇത് ചക്ക ഒരു വിസിലടിച്ച് കുക്കറിൽ നന്നായിട്ട് വേവിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്തു. ഇനി ഈ പരുവത്തിൽ നമുക്ക് ഇത് ഒരു ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും പാത്രം വെച്ചിട്ടോ ഉടച്ചു കൊടുത്താൽ നമുക്ക് ഇതായി. പിന്നെ ഇനി കടുകും പൊട്ടിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് ഈ ചക്ക ഉടച്ചത് അതിലും ഇട്ട് കൊടുത്ത് നാളികേരത്തിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായി കടുകും മുളകും പൊട്ടിച്ചെടുത്താൽ നല്ല രുചികരമായ ചക്കത്തോരൻ റെഡിയായി. ഇതിൻ്റെ കൂടെ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഞാനിവിടെ വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും കൂടിയും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതിനും ഒരു പ്രത്യേക രുചിയാണ്. ചുവന്നുള്ളി 5-6 ചുവന്നുള്ളിയും കൂടിയും ചേർത്താൽ ഇടിച്ചക്കയുടെ ഗുണങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇതിന് വളരെയധികം ഗുണങ്ങളാണുള്ളത്. ഇടിച്ചക്ക രക്തസംബന്ധമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയാണ്. കാർബോഹൈഡ്രേറ്റുകൾ ഇതിൽ വളരെയധികം അടങ്ങിയിട്ടുണ്ട്. നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് വിറ്റാമിൻ സി ഉണ്ട്. വിറ്റാമിൻ എയുടെയും കലവറയാണ്. രക്തസമ്മർദ്ദം മൂലമുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങൾക്കെല്ലാം നല്ല പരിഹാരമാണ് അതിനെല്ലാം നല്ല ഒരു പ്രതിവിധി കൂടിയാണ് ഈ ഇടിച്ചക്ക കഴിച്ചാലുണ്ടാകുന്നത്. കൊളസ്ട്രോൾ ഇതിലില്ല. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ രോഗികൾക്ക് ഇത് നന്നായിട്ട് ഗുണം ചെയ്യും. ഇത് നന്നായിട്ട് കഴിക്കാൻ പറ്റും. കൊളസ്ട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് വളരെയധികം നല്ലതാണ്. വയറിന് പ്രശ്നമുള്ള വയറിളക്കം, അതുപോലെ മോഷൻ പോകാൻ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാകുന്നവർക്ക് ഇത് കഴിച്ചാൽ വളരെ ഗുണം ചെയ്യും. എന്നുവെച്ചാൽ വയറിൻ്റെ ആരോഗ്യത്തിന് ഇത് നല്ലതാണ്. നാരുകൾ വളരെ അധികം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഇത് നല്ലതാണ്. ഇത് ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളാണല്ലോ, ഈ ബിപിയും ഷുഗറും എല്ലാം. അതില്ലാത്തവർ അതൊക്കെ നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാനും ഇത് കഴിച്ചാൽ സാധിക്കും. ബിപിക്ക് മാത്രമല്ല ഷുഗർ ഉള്ളവർക്കും ഇത് വളരെയധികം നല്ലതാണ്. ഷുഗർ കുറയ്ക്കാനും ബിപിയുടെ അളവ് കുറയ്ക്കാനും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ക്രമാതീതമായി അങ്ങനെ അധികം കൂടത്തില്ല. ഹൃദയ സംബന്ധമായ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ്. ഇനി ഇടിച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ആരും മടി വിചാരിച്ച് കളയണ്ട. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞില്ലേ. ഇനി ഇത് സ്വാദുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടമാകും. ഇങ്ങനെ നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും. നല്ല സ്വാദുള്ള ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഇങ്ങനെയാണ് ഞാൻ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ചതച്ച് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ വിടർന്ന് കിട്ടും. ഇനി അത് കടുകും പൊട്ടിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല സ്വാദുള്ള കഞ്ഞിക്കും ചോറിനും നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. നല്ല സ്വാദുള്ള ഒരു കറി തന്നെയാണ്. ഇടിയൻ ചക്ക എന്ന് വെച്ച് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതെനിക്ക് എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്ന അറിവാണ്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കഴിക്കും. കുട്ടികൾക്കും ഇഷ്ടമാവും. നിങ്ങൾ ഒരു വട്ടം ഇത് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ സ്വാദിഷ്ടമായ ഇടിയച്ചക്ക തോരൻ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും
ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കാനും, എന്നാൽ അടുത്ത വീഡിയോസ് ഞാനിടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയും നിങ്ങൾക്ക് കാണാനും എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.